തന്നെ എനിക്ക് പറയുവാനുള്ളത്, നമ്മളിതാ ഈ വിശ്രമത്തിന് ഒരു വിശ്രമവേളയിലേക്ക്, ഒരിടവേളയിലേക്ക് കാലുകുത്തുന്നതിന് പകരം അതിനേക്കാൾ വലിയൊരു ഭാരം കേരളത്തിലെ മുഴുവൻ മുസ്ലിങ്ങളിലേക്ക്, മലയാളികളായ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള സഹോദരങ്ങളിലേക്ക് ഇസ്ലാമിന്റെ സന്ദേശം ഇതാ എത്തിക്കുവാൻ ഞങ്ങളല്ലാതെ മറ്റാരുമില്ല എന്ന തിരിച്ചറിവിലൂടെ ശക്തമായ ഇസ്ലാമിക പ്രബോധനത്തിന്റെ ഒരു മഹാവിസ്ഫോടനത്തിന്റെ പ്രഖ്യാപനമാണ് ഏതാനും നിമിഷങ്ങൾക്കകം സമ്മേളനത്തിന്റെ സ്വാഗത സംഘ ചെയർമാൻ ബഹുമാന്യനായ അഡ്വക്കേറ്റ് മായൻകുട്ടി മേത്തറുടെ പ്രഭാഷണത്തിലൂടെ നമ്മൾ ഏറ്റെടുക്കാൻ പോകുന്നത്. ആ വലിയ സാൽവേഷൻ എന്ന് പറയുന്ന അത്രയും വലിയ ഇസ്ലാമിക പ്രബോധനത്തിന്റെ ആ മാതൃകയില്ലാത്ത പ്രവർത്തനത്തിലേക്ക്, ആ ഒരു വലിയ സന്ദേശ വ്യാപനത്തിന്റെ പ്രബോധന പ്രചാരണ പരിപാടികളിലേക്ക് കയ്യും മെയ്യും മറന്ന് സാമ്പത്തികമായി ശാരീരികമായി സഹായിച്ച് മുഴുവൻ ആളുകളുടെയും പങ്കും പങ്കാളിത്തവും ഉണ്ടാവണം എന്നാണ് ഈ സമയത്ത് എനിക്ക് ഓർമ്മപ്പെടുത്തുവാനുള്ളത്. ഈ സമ്മേളനം കേരള നദ്വത്തുൽ മുജാഹിദീന്റെ അതിൻ്റെ പോഷക സംഘടനകളുടെ ഒരു സമ്മേളനമാണ്. എന്തുകൊണ്ട് ഞാനിത് പറയുന്നു എന്ന് ചോദിച്ചാൽ, കേരളത്തിലെ മുസ്ലിം സമുദായത്തിന്റെ ദിശ തിരിക്കുന്നതിൽ, കേരളത്തിലെ മുസ്ലിം സമുദായത്തിന് വെളിച്ചം പകരുന്നതിൽ ഏറെ അധ്വാനിച്ച ഒരു പ്രസ്ഥാനമാണ് ഈ പ്രസ്ഥാനം. ആ പ്രസ്ഥാനത്തിന്റെ ഏറ്റവും പിന്നിലെ ഏറ്റവും പിന്മുറക്കാരായ ഒരു പോഷക ഘടകം മുജാഹിദ് സ്റ്റുഡൻസ് മൂവ്മെന്റ് എന്ന് പറയുന്ന കേരളത്തിലെ ആദർശാധിഷ്ഠിത ചലനാത്മക വിദ്യാർത്ഥി സംഘടനയുടെ ഒരു ഉത്തരവാദിത്തപ്പെട്ട പ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് എനിക്കിവിടെ തിങ്ങിക്കൂടിയ ആയിരക്കണക്കിന് വിദ്യാർത്ഥിനികളോട് എനിക്ക് ആഹ്വാനം ചെയ്യാനുള്ളത്, നമ്മുടെ കടമ നമ്മൾ വിസ്മരിക്കരുത് എന്നാണ്. ദൈവനിരാസവും യുക്തിവാദവും ചേക്കേറിയ അഭിശപ്തമായ കേരളത്തിന്റെ കലാലയ ക്യാമ്പസുകളിൽ ശാസ്ത്രം ദൈവത്തിലേക്ക് എന്ന സന്ദേശവുമായി 1970 കാലഘട്ടങ്ങളിൽ ഒരു വലിയ പടപ്പുറപ്പാട് ഇറങ്ങിപ്പുറപ്പെട്ട പ്രസ്ഥാനമാണ് മുജാഹിദ് സ്റ്റുഡൻസ് മൂവ്മെന്റ്. മഹാന്മാരായ നമ്മുടെ നേതാക്കൾ ദീർഘദർശനം ചെയ്തെടുത്ത ആ ഒരു തീരുമാനം കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹത്തിന്, കേരളത്തിന്റെ കലാലയ ക്യാമ്പസുകൾക്ക് എത്രമാത്രം ആശ്വാസകരമായിരുന്നു എന്നത് ഇന്നത്തെ കലാലയ ക്യാമ്പസുകളിൽ ഉയർന്നു നിൽക്കുന്ന അഭിമാനബോധത്തോടെ, അന്തസ്സോടെ, ഇസ്ലാമിക വ്യക്തിത്വം കാത്തുസൂക്ഷിച്ചുകൊണ്ട് നിലനിൽക്കുന്ന വിദ്യാർത്ഥി സഞ്ചയത്തെ മാത്രം നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും. ഏറ്റവും അധികം തിന്മയിലേക്ക് വഴി ചാടാൻ സാധ്യതയുള്ള, ഏറ്റവും അധികം അധാർമികതയിലേക്ക് വഴിതെറ്റാൻ സാധ്യതയുള്ള വിദ്യാർത്ഥി സമൂഹത്തെ നേരിന്റെ, നന്മയുടെ, തൗഹീദിന്റെ, ഈ സത്യമതത്തിന്റെ പ്രബോധനത്തിന്റെ പാതയിൽ അണിനിർത്തുവാൻ MSMന്റെ വിവിധ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കൊണ്ട് സാധിച്ചു എന്നത് കഴിഞ്ഞ 38 വർഷത്തെ കേരളത്തിലെ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളുടെ ചരിത്രത്തിലെ ഒരിക്കലും മാതൃകയില്ലാത്തൊരു സംഭവമാണ്. ഈ പ്രസ്ഥാനം മറ്റുള്ള വിദ്യാർത്ഥി സംഘടനകൾ കേവലം രാഷ്ട്രീയ പാർട്ടികളുടെ അല്ലെങ്കിൽ മറ്റു ഭൗതിക സംഘടനകളുടെ വാലാട്ടികളായി മാത്രം അധപ്പതിച്ച സമയത്ത് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാതൃകയും അദ്ദേഹത്തിന്റെ അനുചരന്മാരായ സ്വഹാബത്തിന്റെ വഴിയും സ്വീകരിച്ചുകൊണ്ട് ഇസ്ലാമിക പ്രബോധനം എന്ന അന്തസ്സുള്ള പ്രവർത്തനത്തിലേക്ക് അപകർഷബോധം തെല്ലുമേശാതെ രംഗത്ത് വന്ന മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകർ, അതിന്റെ ചുണക്കുട്ടികളായ വിദ്യാർത്ഥികൾ കേരളത്തിനു പുറത്തുമുള്ള ക്യാമ്പസുകളിൽ ഉയർത്തിവിട്ട വിപ്ലവത്തിന്റെ പരിവർത്തനത്തിന്റെ ഗതികളാർക്കും തിരിച്ചുവിടാൻ സാധ്യമല്ല. ചെറുപ്രായത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന കുട്ടികളെ കാർട്ടൂണിന്റെയും ആനിമേഷൻ CD-യുടെയും ഒക്കെ വഴികളിലൂടെ അവരെ മതമില്ലാത്തവരായി മാറ്റാൻ വേണ്ടി ആഗോള വ്യാപകമായി ഗൂഢാലോചന നടക്കുന്ന സമയത്താണ് MSM ബാലവേദി വിദ്യാർത്ഥികൾക്ക് വേണ്ടി കളിച്ചങ്ങാടവും കൗതുകച്ചപ്പും വിജ്ഞാനോത്സവം പോലെയുള്ള പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, ആ വിദ്യാർത്ഥി പ്രായത്തിലെ ഓരോ ഘട്ടത്തിലുമുള്ള വിദ്യാർത്ഥികൾക്ക് എന്താണോ ആവശ്യം അത് വിസ്മരിച്ചുകൊണ്ട് ഒരിക്കലും MSM മുന്നോട്ട് പോയിട്ടില്ല. ഹൈസ്കൂൾ തലത്തിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി, ഹയർ സെക്കൻഡറി തലത്തിൽ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഓരോ വർഷത്തിൻ്റെയും അധ്യയന അവസാനത്തിൽ വേനലവധിക്കാലത്ത് കൃത്യമായ പരിശീലന പരിപാടികൾ MSM സംഘടിപ്പിക്കുന്നുണ്ട്. കേരളത്തിന്റെ കലാലയ ക്യാമ്പസുകളിൽ അറബിക് കോളേജ് വിദ്യാർത്ഥികൾക്ക് വേണ്ടി, ആർട്സ് ആൻഡ് സയൻസ് വിദ്യാർത്ഥികൾക്ക് വേണ്ടി, പാരലൽ കോളേജ് വിദ്യാർത്ഥികൾക്ക് വേണ്ടി, ടെക്നിക്കൽ വിദ്യാർത്ഥികൾക്ക് വേണ്ടി, മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥികൾക്ക് വേണ്ടി വിവിധങ്ങളായ പരിപാടികൾ സമയബന്ധിതമായി നേതൃത്വത്തിന്റെ ഒത്താശയോടുകൂടി, സഹായ സഹകരണങ്ങളോടുകൂടി MSM നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാനിത് പറയാനുള്ള കാരണം, മതത്തോട് പുച്ഛമുള്ള ഒരു സമൂഹമാണ് വിദ്യാർത്ഥികളുടെ വളർന്നു വരുന്നത്. മതപരമായ ആരാധന നിർവഹിക്കുവാനും മതപരമായ വിശ്വാസം സ്വീകരിക്കുവാനും അപകർഷത കാണിക്കുന്ന അധാർമികതയുടെ, തോന്നിവാസങ്ങളുടെ, വൃത്തികേടുകളുടെ, ലൈംഗിക ആഭാസങ്ങളുടെ, മദ്യത്തിന്റെ, മയക്കുമരുന്നിന്റെ ചുഴികളിലേക്ക് വിദ്യാർത്ഥി സമൂഹം ആപതിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവരെ രക്ഷയുടെ മോചനത്തിന്റെ വഴിയിലേക്ക് കൈപിടിച്ചു കൊണ്ടുവരാൻ നമ്മളല്ലാതെ മറ്റാരുമില്ല എന്ന് ഇവിടെ തിങ്ങിക്കൂടിയ 10,000-കണക്കിന് വിദ്യാർത്ഥികളോട്, ആ വിദ്യാർത്ഥികളെ പ്രതിനിധീകരിക്കുന്ന ലക്ഷക്കണക്കിന് രക്ഷിതാക്കളോട് ആഹ്വാനം ചെയ്യുവാനാണ് ഈ വളരെ പരിമിതമായ സമയം ഞാൻ ഉപയോഗപ്പെടുത്തുന്നത്. കേരളത്തിന്റെ മുഴുവൻ തലങ്ങളിലും നമ്മൾ നടത്തിയ ഈ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി MSMനെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം ക്യാമ്പസുകളിൽ സമ്മേളനം എത്തിക്കുക എന്നതായിരുന്നു. കേരളത്തിലും പുറത്തുമുള്ള മുഴുവൻ ക്യാമ്പസുകളിലും MSMന്റെ പ്രവർത്തകർ സധൈര്യം കയറിയിറങ്ങി ഇസ്ലാമിനെ കുറിച്ച് സംസാരിച്ചു. എവിടെ വരെ എന്ന് ചോദിച്ചാൽ,
കലാപരാഷ്ട്രീയത്തിന്റെ കലുഷത കൊണ്ട് കലങ്ങി മറിഞ്ഞ ചങ്ങനാശ്ശേരി NSS കോളേജിന്റെ ASI ഏലിയാസിനെ തലക്കടിച്ചു കൊന്ന് കലാപകലുഷിതമായി നിൽക്കുന്ന ചങ്ങനാശ്ശേരി NSSന്റെ കലാലയത്തിന്റെ അങ്കണത്തിലേക്ക് സധൈര്യം ഈ പ്രസ്ഥാനത്തിന്റെ ചുടക്കുട്ടുകൾ കയറി ചെന്നു. ഒരു ബന്ദ് നടത്താൻ വേണ്ടിയല്ല, പ്രിൻസിപ്പാളെ ഗരാവോ ചെയ്യാൻ വേണ്ടിയല്ല, സമരത്തിന്റെ നോട്ടീസ് കൊടുക്കാൻ വേണ്ടിയല്ല, മറിച്ച് ഇസ്ലാമിന്റെ സത്യസന്ദേശം ഇത് കൈമാറുവാൻ, ഇത് സ്വീകരിക്കുവാൻ, ഇത് ഉൾക്കൊള്ളുവാൻ തയ്യാറായെങ്കിൽ മാത്രമേ വിദ്യാർത്ഥി സമൂഹത്തിന്റെ മോചനം സാധ്യമാകൂ എന്ന് പ്രഖ്യാപിക്കാനാണ് മുജാഹിദ് പ്രവർത്തകർ കടന്നു ചെന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഞാൻ എൻ്റെ സംസാരം അവസാനിപ്പിക്കുമ്പോൾ ഒരിക്കലും മറക്കാതെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു വിഷയം എൻ്റെ ബഹുമാന്യരായ എൻ്റെ സഹപ്രവർത്തകരായ വളണ്ടിയർമാരെ കുറിച്ചാണ്. ഈ വളണ്ടിയർമാരാണ് ഈ സമ്മേളനത്തെ ഇത്രയും വിജയകരമായി തീർത്തത്. നമ്മളാരും അറിയാതെ വളരെ സസുഖമായി ഈ സമ്മേളനം വീക്ഷിച്ചുകൊണ്ടും നിരീക്ഷിച്ചുകൊണ്ടും നമ്മളുടെ അഭിപ്രായ പ്രകടനം നടത്തുമ്പോൾ ഊണും ഉറക്കുമില്ലാതെ മഞ്ഞും വെയിലും സഹിച്ചുകൊണ്ട് മറ്റു യാതൊരു താല്പര്യവുമില്ലാതെ നാളെ പടച്ച തമ്പുരാന്റെ പ്രതിഫലം മാത്രം ആഗ്രഹിച്ചുകൊണ്ട് ആത്മാർത്ഥമായി പണിയെടുത്ത ആയിരക്കണക്കിന് 5000-ഓളം വരുന്ന വളണ്ടിയർമാർക്ക്, സ്ത്രീകളും പുരുഷന്മാരുമായ നമ്മുടെ വളണ്ടിയർമാർക്ക് അല്ലാഹു തആല അപാരമായ പ്രതിഫലം നൽകട്ടെ. ഈ സമയത്ത് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഗതാഗത കുരുക്ക് ഏറ്റവും വർദ്ധിച്ചു വരുന്ന ഈ സംസ്ഥാന പാതയിൽ ഒരു നിമിഷം പോലും വാഹനം ബ്ലോക്ക് ആവാതെ നിയന്ത്രിച്ചത് നമ്മുടെ വളണ്ടിയർമാരാണ്. ഇവിടെയുള്ള സാനിറ്റേഷൻ സൗകര്യങ്ങളിൽ, മൂത്രപ്പുരകളിൽ, കുളിമുറികളിൽ ദുർഗന്ധം വമിക്കുന്നത് അവഗണിച്ചുകൊണ്ട് കാവൽ നിന്ന വളണ്ടിയർമാരെ ആർക്കാണ് വിസ്മരിക്കാൻ സാധിക്കുക? മാതാപിതാക്കളുടെ പോലും സ്വാധീനത്തിൽ കിട്ടാത്ത കുട്ടികൾ വഴിതെറ്റി അലഞ്ഞപ്പോ അവരെ കണ്ടെത്തി അവർക്ക് രക്ഷാകേന്ദ്രമായി മാറിയ വളണ്ടിയർമാരെ ആർക്കാണ് നിഷേധിക്കാൻ സാധിക്കുക? നമ്മളാരും അറിയാതെ ഭാരതപ്പുരയുടെ തീരത്ത് അവിടെ കുളിക്കാനെത്തുന്ന സഹോദരങ്ങൾ അവിടെയുള്ള അപകടകരമായ കയത്തിൽപ്പെട്ട് മുങ്ങി മരിക്കുമോ എന്ന് ഭയപ്പെട്ടുകൊണ്ട് ഉറക്കമൊഴിച്ചുകൊണ്ട് കാവൽ നിന്ന എന്റെ പ്രിയപ്പെട്ട വളണ്ടിയർ സഹോദരന്മാർക്ക് പടച്ച തമ്പുരാന്റെ പ്രതിഫലമല്ലാതെ മറ്റൊന്നും ലഭിക്കാനില്ല എന്നാണ് എനിക്ക് സമയത്ത് പറയാനുള്ളത്. അതുകൊണ്ട് സഹോദരങ്ങളെ, വിനയത്തോടെ അഹങ്കാരമില്ലാതെ അള്ളാഹുവിന്റെ വജ്ഹ് മാത്രം ആഗ്രഹിച്ചുകൊണ്ട് അത്യധ്വാനത്തോടുകൂടി പരിശ്രമങ്ങളോടുകൂടി മുന്നോട്ട് പോകാൻ നമ്മുടെ സമ്മേളനം നമുക്കൊരു ആഹ്വാനമാകട്ടെ, പ്രചോദനമാകട്ടെ എന്ന് മാത്രമാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. കേരളത്തിലെ പ്രൊഫഷണൽ വിദ്യാർത്ഥികൾക്ക് വേണ്ടി MS നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രോഫ്കോൺ പരിപാടികൾ ഇൻഷാ അല്ലാഹ് ഈ വർഷം നമ്മുടെ സാൽവേഷൻ പ്രവർത്തനങ്ങളുടെ മുന്നോടിയായി മാർച്ച് മാസത്തിൽ കോഴിക്കോട് നഗരിയിൽ വെച്ച് നടത്താൻ MSN സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ച വിവരം മാത്രം അറിയിച്ചുകൊണ്ട് ഇതിനവസരം നൽകിയ ഇതിന്റെ സംഘാടകർക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹബതി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.